ഗൗരി നിന്നതും ദേവനും അവിടെ നിന്ന് ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അവന്റെ കൈത്തണ്ടയിൽ പിടിച്ച് പേടിയോടെ അവൾ പുറകിലേക്ക് മാറി നിന്നു. അവൾ പേടിയോടെ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കുന്നത് കണ്ട് ദേവൻ അത് മനുവിന്റെ അമ്മയായിരിക്കുമെന്ന് മനസ്സിലായി. അവർ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. എടി, നീ മറ്റൊരുത്തന്റെ കൂടെ കൂടിയെന്ന് പറയുന്നത് കേട്ടു. അവനെയും കൂട്ടി ഈ രാജേശ്വരിയെ വെല്ലുവിളിക്കാനാണ് നിന്റെ പുറപ്പാടെന്നു അറിഞ്ഞു. ഇവനായിരിക്കും അവൻ എന്ന് പറഞ്ഞ് ദേവനെ നോക്കി പറഞ്ഞു. എടാ, നിനക്ക് നാണുണ്ടോ ഇവളെപ്പോലൊരു പെണ്ണിന്റെ പുറകെ നടക്കാൻ? നിങ്ങളുടെ മകൻ ഇവളുടെ പുറകെ കുറച്ചു കാലം നടന്നതാണല്ലോ. അവന് നാണില്ലാത്തതുകൊണ്ടാണോ? നാണില്ലാത്തവനായിട്ടാണോ നിങ്ങൾ മകനെ വളർത്തിയത്? ഇവളിവളുടെ തൊലിവെളുപ്പ് കാട്ടി എൻ്റെ മകനെ മയക്കിയതല്ലേ? അവനെ മാത്രമല്ല, മറ്റു പലരെയും. അതുകൊണ്ടാ എൻ്റെ മകനെ ഞാൻ ഇവളിൽ നിന്ന് അകറ്റിയത്. നല്ല കാര്യം. നിങ്ങളെപ്പോലൊരു സ്ത്രീയുടെ മരുമകളായി ഇവൾക്ക് ജീവിക്കേണ്ടി വന്നില്ലല്ലോ. പിന്നെ ഏതൊരാളും കുടുംബജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് മനസമാധാനവും സന്തോഷമാണ്. എനിക്കത് ഇവളിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എന്നാൽ പാവ ആ മാഷിൻ്റെയും മനുവിൻ്റെയും കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത കഷ്ടം തോന്നുന്നത്. നിങ്ങളെപ്പോലൊരു സ്ത്രീയുടെ കൂടെ ആ മാഷ് എങ്ങനെ ജീവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തു പറഞ്ഞടാ എന്ന് പറഞ്ഞ് ദേവനെ തല്ലാനോങ്ങിയതും അമ്മ എന്ന് വിളിച്ചുകൊണ്ട് മനു അവരുടെ കൈ തടഞ്ഞു. എടാ, എൻ്റെ കൈ തടയാറായോടാ നീ എന്ന് ചോദിച്ച് മനുവിനെ അടിക്കാൻ തുടങ്ങിയതും ദേവൻ അവരുടെ കൈ പിടിച്ചു. ഇത് അമ്പലമുറ്റ, പവിത്രമായ സ്ഥലം. നാണല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പൊതുസ്ഥലത്ത് വെച്ച് വഴക്കുണ്ടാക്കാൻ? രാജേശ്വരി ദേഷ്യത്തോടെ കൈ കുതറി മാറ്റി. നീ ആരാടാ എന്നെ പഠിപ്പിക്കാൻ? ഈ പെണ്ണിനെ വെച്ച് നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? ഇവള് കാരണാ എൻ്റെ കുടുംബം തകർന്നത്. എന്നെ അനുസരിച്ച് നല്ല കുട്ടിയായി വളർന്ന എൻ്റെ മകൻ ഇവള് കാരണാ എന്നെ എതിർത്ത് തുടങ്ങിയത്. ഞാൻ അവന് ശത്രുവായത് ഇവള് കാരണാ. ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് രാജേശ്വരി ഗൗരിക്ക് നേരെ ചെന്നതും ദേവൻ അവൾക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. തൊട്ടു പോകരുത് ഇവളെ. ഇവളിപ്പോൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭാര്യ. കുടുംബം തകർന്നത് മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാൻ നോക്കണ്ട. സ്വന്തം മകൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ അനുവദിക്കാത്ത ആ നെറികേടാ നിങ്ങളുടെ കുടുംബത്തെ തകർത്തത്. ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ നെറികേടാ നിങ്ങൾ ഇവളോട് ചെയ്തത്. അതിന് കൂലിക്ക് ആളെ എടുത്തു. നിങ്ങൾക്ക് ഗൗരിയെ മനുവിൽ നിന്ന് അകറ്റണമെന്ന് മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അവരെ തമ്മിൽ അകറ്റിയാൽ മകൻ ശത്രുവായി മാറുമെന്ന് നിങ്ങൾ കരുതി കാണില്ല. ജീവിതം എന്ന് വെച്ചാൽ അഹങ്കാരപ്രകടനമല്ല, പരസ്പരം മനസ്സിലാക്കലാണ്. അതറിയാനുള്ള പക്വത നിങ്ങൾക്കില്ല. എനിക്ക് അത്ഭുതം തോന്നുക. ഒരധ്യാപകൻ്റെ ഭാര്യയാണ് നിങ്ങൾ, മകനും അധ്യാപകൻ. എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെയായത്? രാജേശ്വരി അമർഷത്തോടെ പല്ല് കടിച്ചു. ചുറ്റും കൂടി നിന്നവർ ചിലർ അടക്കം പറയാൻ തുടങ്ങി. മനു തല താഴ്ത്തി നിന്നു. അമ്മയുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ട് മകൻ തലകുനിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? മക്കൾക്ക് അഭിമാനമാകേണ്ടവരാ മാതാപിതാക്കൾ. ഇദ്ദേഹത്തെ കൊണ്ട് അതുണ്ട്. തൊട്ടടുത്തെല്ലാം കേട്ടു നിൽക്കുന്ന മാഷിനെ ചൂണ്ടി അവൻ പറഞ്ഞു. എന്നാ നിങ്ങൾ? മനുവിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ഗൗരിയുടെ മനസ്സിൽ ചെറിയൊരു നോവ് പൊന്തി വന്നു. അവൾ ദേവന്റെ കയ്യിൽ കൂടുതൽ അമർത്തി പിടിച്ചു. നിങ്ങളുടെ അഹങ്കാരത്തിന് കേസ് റീഓപ്പൺ ചെയ്ത് നിങ്ങളെ ജയിലിലേക്ക് പറഞ്ഞുവിടുക വേണ്ടത്. എന്നാൽ ഈ മാഷ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അത് ചെയ്യുന്നില്ല. ഇനിയെങ്കിലും മനസ്സിലെ ദുഷ്ടതകൾ മാറ്റി മകന് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്ക്. ഇവൻ ഇവൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. രാജേശ്വരി അവിടുന്ന് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ആളുകൾ തടിച്ചുകൂടുന്നത് കണ്ട് അപമാനിതയായി ദേഷ്യത്തോടെ അവിടുന്ന് നടന്നു. മനു വേദനയോടെ ഗൗരിയെ നോക്കിയൊന്ന് ചിരിച്ച് പെട്ടെന്ന് മുഖം തിരിച്ചു. അവൻ്റെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടെന്ന് ഗൗരിക്ക് മനസ്സിലായി. മാഷ് ദേവന്റെ അടുത്ത് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച്, നാളെ ഞങ്ങളുടെ 30ാം വിവാഹ വാർഷിക. ഞങ്ങൾക്ക് രണ്ടാൾക്കും താല്പര്യം ഉണ്ടായിട്ടല്ല. നാട്ടുകാരുടെ മുന്നിൽ അപമാനിതയായി നാണം കെട്ട് തലകുനിച്ച് നിന്ന ഗൗരിക്ക് നീതി കിട്ടണമെങ്കിൽ ആ നാട്ടുകാരുടെ മുന്നിൽ തന്നെ മഹാദേവൻ പറഞ്ഞതുപോലെ ഗൗരിക്ക് കൊടുക്കാനുള്ള തുക കൊടുത്ത് രാജേശ്വരി മാപ്പ് പറയണമെന്ന് ഇവൻ്റെ നിർബന്ധം. ശരിയാണെന്ന് എനിക്കും തോന്നി. വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് പറഞ്ഞതുകൊണ്ട് വരാതിരിക്കരുത്. നഗലുവിനോട് പറയാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാം ഏറ്റു പറയുമ്പോൾ അയാളും അവിടെ ഉണ്ടാകണമല്ലോ. മാപ്പ് പറയൊന്നും വേണ്ട മാഷേ. എനിക്ക് ഒരു തുകയും വേണ്ട. ഇനി ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയണം. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സ് തകർന്നു പോവും. മാഷ് ഗൗരിയുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. മോളെ, നീ അനുഭവിച്ച വേദനയ്ക്ക് ആരുടെ മാപ്പ് പറച്ചൽ പൂർണ്ണമായ പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ തെറ്റ് ചെയ്തവർ അത് പരസ്യമായി അംഗീകരിച്ചേ തീരൂ. എങ്കിലേ നാളേക്ക് ഈ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയൂ. മാഷ് അവിടുന്ന് നടന്നു നീങ്ങി.
മനു അവരുടെ മുഖത്ത് നോക്കി വേദനയോടെ ചിരിച്ചു പറഞ്ഞു. നാളെ ഈവനിങ്ങാ ഫംഗ്ഷൻ. രണ്ടാളും വരണം. ഞാൻ വിളിക്കാം. വേദനയോടെ മനു അവിടുന്ന് നടന്നു നീങ്ങുമ്പോൾ ഗൗരിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. രാത്രി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ദേവനും ഗൗരിയും കിടന്നു. അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ എഴുന്നേറ്റിരുന്നു. ദേവൻ തലചരിച്ച് അവളെ നോക്കി. ഉറങ്ങിയിരുന്നില്ലേ? ഗൗരി ചോദിച്ചു. ഇല്ല. നീ എന്താ ഉറങ്ങാത്തത്? ഉറക്കം വന്നില്ല. ദേവൻ ചരിഞ്ഞ് തല കൈകൊണ്ട് താങ്ങിക്കിടന്നു. എന്തു പറ്റി നിനക്ക്? അമ്പലത്തിൽ പോയതിനു ശേഷം എന്നോടൊന്നും സംസാരിച്ചില്ല. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രം. ദേവേട്ടാ, നമ്മൾ എപ്പോഴാ പോകുന്നത്? അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. ഒന്നും വേണ്ട. അവൾ കരയാൻ തുടങ്ങി. എനിക്ക് കഴിയുന്നില്ല മനുവേട്ടൻ്റെ സങ്കടം കാണാൻ. എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും വരണ്ടായിരുന്നു. ഇവിടേക്ക് വരണ്ടായിരുന്നു. മനുവേട്ടനെ സങ്കടപ്പെടുത്താനായി. ദേവൻ എഴുന്നേറ്റിരുന്നു. ഗൗരി, സത്യങ്ങളെല്ലാം എത്ര കാലം മൂടിവയ്ക്കാൻ കഴിയും? എല്ലാവരും എല്ലാം അറിയണം. നീ തെറ്റുകാരിയല്ലെന്നും പിന്നെ ദേവൻ ഒന്ന് നിർത്തി. നീ തെറ്റുകാരിയല്ലെന്ന് എല്ലാവരും അറിയണമെന്ന് മനു ആഗ്രഹിക്കുന്നുണ്ട്. അവനൊരു പാവാ. അവൻ കാരണം നീ അപമാനിക്കപ്പെട്ടു എന്ന കുറ്റബോധം അവനെ വേട്ടയാടുന്നുണ്ട്. ആ സ്ത്രീ ചെയ്ത തെറ്റിന് അത്രയെങ്കിലും ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ദൈവം പോലും ചോദിക്കും, ഒരവസരം തന്നിട്ടും എന്തുകൊണ്ട് പകരം ചോദിച്ചില്ലെന്ന്. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ലല്ലോ. മനുവിൻ്റെ തീരുമാനമല്ലേ. നാളെ പോയി നോക്കാം. എന്താ സംഭവിക്കുന്നതെന്നറിയാലോ. ഇപ്പം നീ സമാധാനത്തോടെ കിടന്നുറങ്ങ്. മനസ്സ് വിങ്ങിപ്പൊട്ടി അവൾ ചുരുണ്ടുകൂടി കിടന്നു. അവനും കിടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു. ദേവേട്ട, ലൈറ്റ് ഓഫ് ചെയ്യോ? അവൻ എഴുന്നേറ്റ് ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. ഒന്നും ചോദിക്കാൻ പോയില്ല. അവളുടെ മനസ്സിൻ്റെ ഭാരം അങ്ങനെയെങ്കിലും കുറയട്ടെ എന്ന് അവൻ കരുതി. ഗൗരി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ദേവനുള്ള ചായയുമായി വന്ന് അവനെ വിളിച്ചുണർത്തി. രാത്രി എത്ര നേരം ഉണ്ടായിരുന്നു കരച്ചിൽ? അറിയില്ല എപ്പോഴാ ഉറങ്ങിയെന്ന്. പുലർച്ചെ ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ടാകും. അതുവരെ തേങ്ങലും മൂക്കുചീറ്റലൊക്കെ കേട്ടിരുന്നു. ദേവേട്ടൻ ഉറങ്ങിയില്ലേ? എൻ്റെ ഭാര്യ മുൻ ഭർത്താവിനെ ഓർത്ത് സങ്കടപ്പെട്ട് കിടന്ന് കരയുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങുക? അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി നിൽക്കുന്നത് കണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഇങ്ങനെ. എങ്ങനെ? ഞാൻ മനുവേട്ടനെ ഓർത്ത് കരയണമെന്നറിഞ്ഞിട്ടും നിങ്ങൾക്ക് ദേഷ്യം വന്നില്ലല്ലോ. ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ എന്നെ അല്ലല്ലോ, അവനെയല്ലേ സ്നേഹിക്കുന്നത്. മനുവിൻ്റെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. ഇതിപ്പോൾ അവരെത്ര കലിപ്പില്ല. അതുകൊണ്ട് ഇന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നാളെ തിരികെ പോകുമല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് മനുവേട്ടനാ എന്ന് പറഞ്ഞ് ഫോണെടുത്ത് ഗൗരി ദേവന് കൊടുത്തു. എന്താ മനു? ഇന്നത്തെ ഫംഗ്ഷൻ്റെ കാര്യം രണ്ടാളും മറക്കണ്ട. ഇല്ല, മറന്നിട്ടില്ല, വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഗൗരിയോട് കുറച്ചു നേരം തനിച്ച് സംസാരിക്കണം. ദേവൻ ഗൗരിയെ ഒന്ന് നോക്കി. ഓക്കെ, വരാം. എനിക്ക് ഗൗരിയോട് തനിച്ചാ സംസാരിക്കേണ്ടത്. ഓക്കെ മനു, കൊണ്ടുവരാം. കോൾ കട്ട് ചെയ്ത് മനുവിന് കാണണമെന്ന്, കുറച്ചു നേരം തനിച്ച് സംസാരിക്കണമെന്ന്. എന്തടി, ഇനി അവൻ്റെ അമ്മ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടാവുമോ? ഗൗരി ഉറക്കെ ചിരിച്ചു. സൂര്യനിന്ന് കിഴക്ക് തന്നെയല്ലേ ഉദിച്ചെന്ന് നോക്കൂ. അതിൽ ചിലപ്പോൾ വ്യത്യാസം വന്നെന്ന് വരാം. എങ്കിലും മനുവേട്ടൻ്റെ അമ്മയുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകില്ല.